2026 ഓഗസ്റ്റ് 9 മുതൽ 15 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പ്രവർത്തന മികവ് പ്രകടിപ്പിക്കാനും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയുന്ന സമയമാണ്. കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കാനും മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കാനും സാധ്യതയുണ്ട്. വ്യാപാരികൾക്ക് പുതിയ ഇടപാടുകളും വരുമാന വർധനവും പ്രതീക്ഷിക്കാം. കുടുംബത്ത് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും ബന്ധുക്കളുടെ സഹകരണം ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം വർദ്ധിച്ചാലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ തലവേദന, ക്ഷീണം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വാഴ്ച ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ഞായറാഴ്ച ആദിത്യ ഹൃദയം പാരായണം ചെയ്യുന്നതും ഗുണകരമായിരിക്കും. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ കുടുംബകാര്യങ്ങൾക്കും തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകേണ്ടി വരും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും പുതിയ ചുമതലകൾ ലഭിക്കുകയും ചെയ്യും. സാമ്പത്തികമായി സ്ഥിരത കൈവരിക്കുമെങ്കിലും വീടുമായി ബന്ധപ്പെട്ട് ചില ധനച്ചിലവുകൾ ഉണ്ടായേക്കാം. കുടുംബത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ സംസാരത്തിൽ സൗമ്യത പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച മഹാലക്ഷ്മി ആരാധനയും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ഗുണകരമാണ്. മകയിരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ ആത്മവിശ്വാസവും പ്രവർത്തനശേഷിയും വർദ്ധിക്കുന്ന സമയമാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കാനും തൊഴിൽ മേഖലയിൽ മുന്നേറ്റം കൈവരിക്കാനും അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും ആഡംബര ചിലവുകൾ നിയന്ത്രിക്കണം. കുടുംബജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. ആരോഗ്യകാര്യങ്ങളിൽ ഉറക്കക്കുറവോ മാനസിക സമ്മർദ്ദവും ശ്രദ്ധിക്കണം. ബുധനാഴ്ച ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുന്നതും ഉത്തമമാണ്. പുണർദത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബജീവിതത്തിലും അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് കഠിനാധ്വാനത്തിന് അംഗീകാരവും പുതിയ അവസരങ്ങളും ലഭിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കുകയും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും ചികിത്സയ്ക്കോ കുടുംബ ആവശ്യങ്ങൾക്കോ ചില അധിക ചിലവുകൾ ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, ക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. തിങ്കളാഴ്ച മഹാദേവന് ധാര സമർപ്പിക്കുകയും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ഉത്തമമാണ്. മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ ആത്മവിശ്വാസവും നേതൃത്വപാഠവും വർദ്ധിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനും മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടാനും സാധ്യതയുണ്ട്. സർക്കാർ, വിദ്യാഭ്യാസം, ഭരണപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ പുരോഗതി പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും മക്കളുടെ നേട്ടങ്ങൾ സന്തോഷം നൽകുകയും ചെയ്യും. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും ആഡംബര ചിലവുകൾ നിയന്ത്രിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ രക്തസമ്മർദ്ദം, കണ്ണിൻ്റെ ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ഞായറാഴ്ച ആദിത്യ ഹൃദയ പാരായണം ചെയ്യുന്നതും സൂര്യ നമസ്കാരം ചെയ്യുന്നതും ഉത്തമമായിരിക്കും. ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ തൊഴിൽ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും നല്ല മുന്നേറ്റം പ്രതീക്ഷിക്കാം.
മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കാനും പുതിയ പദ്ധതികൾ വിജയകരമായി ആരംഭിക്കാനും അവസരം ലഭിക്കും. മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം നേടുകയും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കുകയും ചെയ്യും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനാകും. സാമ്പത്തികമായി വരുമാനം വർദ്ധിച്ചാലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകളും ജോലിഭാരം മൂലമുള്ള ക്ഷീണവും ശ്രദ്ധിക്കണം. ബുധനാഴ്ച ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമ പാരായണവും ഉത്തമമാണ്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ തൊഴിൽപരമായ അംഗീകാരവും പുതിയ അവസരങ്ങളും ലഭിക്കുന്ന സമയമാണ്. ഔദ്യോഗിക കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാവുകയും പുതിയ കരാറുകൾ ലഭിക്കുകയും ചെയ്യും. വ്യാപാരികൾക്ക് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ പരസ്പര ധാരണ വർദ്ധിക്കുകയും വിവാഹാലോചനകൾക്ക് അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കാനാകുമെങ്കിലും വലിയ നിക്ഷേപങ്ങൾ ആലോചിച്ചു മാത്രം നടത്തുക. ആരോഗ്യകാര്യങ്ങളിൽ നടുവേദന, യാത്രാക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച മഹാലക്ഷ്മി പൂജ നടത്തുകയും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ഉത്തമമാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ ഭാഗ്യവർദ്ധനവും ദൈവാധീനവും അനുഭവപ്പെടുന്ന സമയമാണ്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വീണ്ടും അനുകൂലമായി മുന്നേറുകയും തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഉന്നത പഠനം, വിദേശ ബന്ധങ്ങൾ, യാത്രകൾ എന്നിവയിൽ അനുകൂലമായ പുരോഗതി പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കുകയും സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യും. എന്നാൽ എടുത്തുചാട്ട തീരുമാനങ്ങളും അനാവശ്യ തർക്കങ്ങളും ഒഴിവാക്കണം. ആരോഗ്യകാര്യങ്ങളിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകളും ചെറിയ പരിക്കുകളും ശ്രദ്ധിക്കണം. ചൊവ്വാഴ്ച ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ഗുണകരമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ കഠിനാധ്വാനത്തിന് യോജിച്ച ഫലം ലഭിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാനും മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം നേടാനും സാധ്യതയുണ്ട്. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും അവ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. വ്യാപാരികൾക്ക് പുതിയ കരാറുകളും മികച്ച വരുമാനവും പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും മുതിർന്നവരുടെ അനുഗ്രഹം ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും അപ്രതീക്ഷിത ചിലവുകൾ നിയന്ത്രിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകളും ഉറക്കക്കുറവും ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ദക്ഷിണാമൂർത്തി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ സ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും കഠിനാധ്വാനത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും. ശത്രുക്കളെ അതിജീവിക്കാനും മത്സരങ്ങളിൽ വിജയം നേടാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാന സ്ഥിരത പുലർത്തുമെങ്കിലും ചികിത്സ, വാഹനം, കുടുംബ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ചില അധിക ചിലവുകൾ ഉണ്ടായേക്കാം. കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയുമായുള്ള പരസ്പര ധാരണ കൂടുതൽ ശക്തമാകും. ആരോഗ്യകാര്യങ്ങളിൽ സന്ധിവേദന, ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കണം. ശനിയാഴ്ച ശനീശ്വരനെ പ്രാർത്ഥിക്കുകയും എള്ളെണ്ണ വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്നത് ഗുണകരമായിരിക്കും. അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് മികച്ച പുരോഗതിയും പുതിയ അവസരങ്ങളും ലഭിക്കുന്ന സമയമാണ്. ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും അതിന് യോജിച്ച അംഗീകാരവും നേട്ടവും ലഭിക്കാം. മത്സര പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം.
കുടുംബജീവിതത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനാകും. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകളും ജോലിഭാരം മൂലമുള്ള ക്ഷീണവും ശ്രദ്ധിക്കണം. ബുധനാഴ്ച ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഉത്തമമാണ്. ശനിയാഴ്ച ശനീശ്വരനെ പ്രാർത്ഥിക്കുക. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ തൊഴിൽ, കുടുംബം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ അനുകൂലമായ മുന്നേറ്റങ്ങൾ കൈവരിക്കാനാകുന്ന സമയമാണ്. മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കാനും ഔദ്യോഗിക കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും വീടുമായി ബന്ധപ്പെട്ട് ചില അധിക ധനച്ചിലവുകൾ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ, മാനസിക സമ്മർദ്ദം, ക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. തിങ്കളാഴ്ച മഹാദേവന് ധാര സമർപ്പിക്കുകയും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഗുണകരമാണ്.